Dear students, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയ പ്രിൻസിപ്പിൾ തേർഡ് പ്രിൻസിപ്പിൾ സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് ടു ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് ആയി മാറാനുള്ള മൂന്നാമത്തെ പ്രിൻസിപ്പിൾ, വൺ സൈഡ് ആൻഡ് ടു ആംഗിൾസ്. ഓക്കെ, ഒരു സൈഡും രണ്ട് ആംഗിൾസും വരുമ്പോൾ എങ്ങനെയാണ് രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആവുക എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒന്നുകൂടെ പറയുന്നു. ഇപ്പോൾ ഇവിടെ 8 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു സൈഡുണ്ട്. ആ സൈഡിൻ്റെ രണ്ട് എൻഡിലുമുള്ള ആംഗിൾസാണ് 40 ഡിഗ്രി 60 ഡിഗ്രി. ഓക്കെ, അതേപോലെ അതേ മെഷേഴ്സുള്ള മറ്റൊരു ട്രയാങ്കിൾ കൂടെ വരച്ചിരിക്കുന്നു. 8 സെൻറ്റിമീറ്റർ ഇവിടെ 60 ആക്കി, ഇവിടെ 40 ആക്കി. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഷേപ്പിൽ ഡിഫറൻസ് തോന്നാം. പക്ഷേ ഇത് രണ്ടും നമ്മൾ കട്ട് ചെയ്തിട്ട് ഒന്നിന് മേലെ ഒന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സീ ദാറ്റ് ടു ട്രയാങ്കിൾസ് ആർ ഈക്വൽ ട്രയാങ്കിൾസ്. അത് ചെയ്തു നോക്കാൻ ഇതിന് മുമ്പ് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ മറ്റൊരു ഫിഗർ ഇവിടെ നോക്കുക. 8 സെൻറ്റിമീറ്റർ ആൻഡ് ദി ടു ആംഗിൾസ് ആർ 60 ആൻഡ് 40. ഇവിടെയും അങ്ങനെ തന്നെ 8 സെൻറ്റിമീറ്റർ ടു ആംഗിൾസ് ആർ 60 ആൻഡ് 40. ഓക്കെ, രണ്ടും വരച്ചിരിക്കുന്നത് ഒരേപോലെയല്ല. ഓക്കെ, ബട്ട് ഇത് കട്ട് ചെയ്തിട്ട് ഇതിനെ മേലെ വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ സീ ദാറ്റ് ടു ട്രയാങ്കിൾസ് ആർ ഈക്വൽ ട്രയാങ്കിൾസ്. ഓക്കെ, അപ്പോൾ ഒരു സൈഡും രണ്ട് ആംഗിൾസും വരുമ്പോൾ എന്താണ് പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഏത് സൈഡാണോ ആ സൈഡിൻ്റെ രണ്ട് എൻഡിൽ വരുന്ന ആംഗിൾസാണ് ഈക്വലായി വരേണ്ടത് രണ്ട് ട്രയാങ്കിൾസിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ 60, ഇവിടെ 40, ബിക്കോസ് ദ ഗിവൺ സൈഡ് ഈസ് 8 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇവിടെ 60 വരുന്നതിന് പകരം ഇവിടെയാണ് 60 വരുന്നതെങ്കിൽ അടുത്ത ട്രയാങ്കിളിൽ ഓക്കെ ഈ 8 സെൻറ്റിമീറ്ററിൻ്റെ ഒരു എൻഡിൽ 60, ഒരു എൻഡിൽ 40 വരുന്നതിന് പകരം ഒരു എൻഡിൽ 40യും മറ്റേ എൻഡിൽ 60 അല്ലാത്ത മറ്റേതെങ്കിലും മെഷറും വരികയാണെങ്കിൽ ട്രയാങ്കിൾസ് വോണ്ട് ബി ഈക്വൽ ട്രയാങ്കിൾസ്. ഓക്കെ, അപ്പോൾ ഒരു സൈഡ് തന്നു കഴിഞ്ഞാൽ ദി അതർ ടു ആംഗിൾസ് ഓർ ദ ഗിവൺ ടു ആംഗിൾസ് മസ്റ്റ് ബി ഓൺ ബോത്ത് എൻഡ്സ് ഓഫ് ദ ഗിവൺ സൈഡ്. ഓക്കെ, തന്നിരിക്കുന്ന സൈഡിൻ്റെ രണ്ട് എൻഡ്സിലായിരിക്കണം രണ്ട് ആംഗിൾസ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ആ തേർഡ് പ്രിൻസിപ്പിൾ പേജ് 18 കാണാം. ഇഫ് വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ആൻഡ് ദി ആംഗിൾസ് അറ്റ് ഇറ്റ്സ് എൻഡ്സ് ആർ ഈക്വൽ ടു വൺ സൈഡ് ഓഫ് അനദർ ട്രയാങ്കിൾ ആൻഡ് ദി ആംഗിൾസ് അറ്റ് ഇറ്റ്സ് എൻഡ്സ്, then the third angles are also equal and the sides opposite to equal angles are equal. Okay, ഒരു ട്രയാങ്കിളിലെ ഒരു സൈഡും അതിൻ്റെ രണ്ട് എൻഡിലുള്ള രണ്ട് ആംഗിൾസും മറ്റൊരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിനും അതിൻ്റെ രണ്ട് എൻഡ്സിലുള്ള രണ്ട് ആംഗിൾസിനും ഈക്വലായി മാറുകയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾസ്, അതായത് രണ്ട് ട്രയാങ്കിളും ഓരോ ആംഗിൾസ് ബാക്കി ഉണ്ടാവുമല്ലോ, ആ ഓരോ ആംഗിളും രണ്ട് ട്രയാങ്കിളും ഈക്വൽ മെഷറുള്ളതായി മാറും. അങ്ങനെ മൂന്ന് ആംഗിൾസും എന്തായിരിക്കും, രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആയിരിക്കും. അതായത് ഒരു ട്രയാങ്കിളിലുള്ള മൂന്ന് ആംഗിൾസിൻ്റെ മെഷേഴ്സ് തന്നെയായിരിക്കും രണ്ടാമത്തെ ട്രയാങ്കിളിലെയും മൂന്ന് ആംഗിൾസിന് ഉണ്ടാവുക. അങ്ങനെ ആകുമ്പോൾ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സിൻ്റെ മെഷേഴ്സും ഈക്വലായി മാറും. അങ്ങനെ രണ്ട് ട്രയാങ്കിൾസും ഈക്വലായി മാറും. ഓക്കെ, അപ്പോൾ നിങ്ങൾ തേർഡ് പ്രിൻസിപ്പിൾ ഇങ്ങനെ ഈ ബോക്സ് എഴുതി വെക്കുക. അതിന് തൊട്ട് മുമ്പ് നിങ്ങൾ എഴുതേണ്ടത് എന്താണ്, വൺ സൈഡ് ആൻഡ് ടു ആംഗിൾസ്. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു വൺ സൈഡ് ആൻഡ് ടു ആംഗിൾസ് എന്നുള്ള ഹെഡിങ് എഴുതുക. എന്നിട്ട് ഈ ബോക്സിലുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് ഇവിടെ ഒരു സെൻറ്റൻസും കൂടെ കൂട്ടുക. ദെൻ ദ ട്രയാങ്കിൾസ് ആർ ഈക്വൽ, ട്രയാങ്കിൾസ് ഈക്വൽ ആയിരിക്കും എന്നുകൂടി പിന്നെ ഒരു സെൻറ്റൻസ് കൂടി എഴുതി ചേർക്കുക. ഇനി ഡ്രോ ടു ട്രയാങ്കിൾസ് ലൈക്ക് ദിസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നു. നോക്കാം, ഇവിടെ 8 സെൻറ്റിമീറ്ററാണ് ലെങ്ത്ത് ഒരു സൈഡിൻ്റെ, ഇവിടെ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് 8 സെൻറ്റിമീറ്ററാണ്. ഈ 8ൻ്റെ രണ്ട് എൻഡിൽ കാണുന്നത് 40യും 60യുമാണ്. ഇവിടെ രണ്ട് എൻഡിൽ കാണുന്നത് 40യും 80യുമാണ്. ഓക്കെ, ഈ 40യും 60യും കഴിച്ചാൽ പിന്നെ ബാക്കി ഉണ്ടാവുന്ന ആംഗിൾ എത്രയായിരിക്കും? ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് ആംഗിൾസ് ആഡ് ചെയ്താൽ എത്ര കിട്ടും നമുക്കറിയാം. ഓക്കെ, അപ്പോൾ 40 + 60 ഈസ് 100. അപ്പോൾ ഈ ബാക്കി വരുന്നത് എത്രയായിരിക്കും? 80 ആയിരിക്കും. അതുപോലെ ഇവിടെ 40 + 80 120 ആണെങ്കിൽ പിന്നെ ബാക്കി വരുന്നത് എത്രയായിരിക്കും? 60 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ മൂന്ന് ആംഗിൾസ് ഏതൊക്കെയാണ്? 40, 60, 80 ആണ്. ഇവിടെയും 40, 60, 80 ആണ്. ഓക്കെ,
ആംഗിൾസ് രണ്ടിലും ഈക്വൽ ആംഗിൾസാണ്. ഇതിലുള്ള അതേ മെഷേഴ്സ് തന്നെയാണ് ഇതിലുള്ളത്. പക്ഷേ ട്രയാങ്കിൾസ് രണ്ടും ഡിഫറൻ്റ് ആണ്. ഇത് കുറച്ച് ചെറുതാണ്, ഇത് അതിനേക്കാൾ വലുതാണ് അല്ലേ. അപ്പോൾ ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് ട്രയാങ്കിൾസ് എന്താവില്ല, ഈക്വൽ ട്രയാങ്കിൾസ് ആവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു സൈഡേ ഉള്ളൂ, ഇതിൽ ഒരു സൈഡേ ഉള്ളൂ അല്ലേ. പക്ഷേ എന്നിട്ടും ട്രയാങ്കിൾ എന്തായിട്ടില്ല, ട്രയാങ്കിൾസ് ഈക്വൽ ആയിട്ടില്ല. ഓക്കെ, ഈക്വൽ ആവണമെങ്കിൽ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ ഓർക്കുക. ഏത് സൈഡാണോ തന്നിരിക്കുന്നത് ആ സൈഡിൻ്റെ രണ്ട് എൻഡിലും വരുന്ന ആംഗിൾസ് ഈക്വലായി വരിക തന്നെ വേണം. ഇവിടെ 40 60 ആയതുകൊണ്ട് ഇവിടെ 40 60 ആണോ, അല്ലെങ്കിൽ ഇവിടെ 40 ഇവിടെ 60 ആയാലും മതി. ഓക്കെ, ഏതെങ്കിലും ഒരു എൻഡിൽ 40 മറ്റേ എൻഡിൽ 60 തന്നെ വരണം. ഇവിടെ അങ്ങനെയല്ല വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾസും എന്തല്ല, ഈക്വൽ ട്രയാങ്കിൾസ് അല്ല. ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പ്രോപ്പർട്ടീസ് പഠിക്കുകയാണ്. അത് നിങ്ങൾ എഴുതി വെക്കണം. അതിൻ്റെ വിശദീകരണം ഞാൻ ഇപ്പോൾ ചെയ്യാം, എങ്ങനെയാണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ അതിന് കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾ നോട്ടിൽ ഇടണമെന്നില്ല, ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ മതി, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പക്ഷേ ഈ പ്രോപ്പർട്ടീസ് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ബുക്കിൽ എഴുതി വെക്കുകയും അത് പഠിക്കുകയുമാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് എന്താണ് നിങ്ങൾ എഴുതേണ്ടതാണ്, ഇൻ എനി പാരലോഗ്രാം ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. അപ്പോൾ അതിന് മുമ്പേ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഫിഗർ വരച്ചേക്കണം. ഇങ്ങനെ ABCD എന്നുള്ള ഒരു പാരലോഗ്രാം വരയ്ക്കുക. ഓക്കെ, പാരലോഗ്രാം വരയ്ക്കാൻ കറക്റ്റ് ഈ മെഷേഴ്സ് അളന്ന് നോക്കി വരയ്ക്കണമെന്നില്ല. ഇങ്ങനെ നോക്കിയാൽ ഒരു പാരലോഗ്രാം ആണെന്ന് തോന്നുന്ന രീതിയിൽ ഒരു റഫ് ഫിഗർ വരയ്ക്കുക. ഓക്കെ, ഈ രണ്ട് സൈഡ്സും ഈക്വലാണ്, പാരലലാണ്. ദീസ് ടു സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ ആൻഡ് പാരലൽ എന്ന് നോക്കിയാൽ തോന്നാം. ആ രീതിയിൽ നമ്മൾ വരയ്ക്കുന്നു. എന്നിട്ട് പേരൊക്കെ കൊടുത്ത് വെക്കുക. ABCD എന്ന് പാരലോഗ്രാമിന് പേര് കൊടുക്കുക. എന്നിട്ട് ഈ പാരലോഗ്രാമിൻ്റെ പ്രോപ്പർട്ടിയാണ്, ഈ പാരലോഗ്രാം മീൻസ് എനി പാരലോഗ്രാം. ഓക്കെ, ഇൻ എനി പാരലോഗ്രാം ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും എന്നാണ്. അതായത് ABയും CDയും ഈക്വൽ ആയിരിക്കും ആൻഡ് ADയും BCയും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഫിഗർ ഇങ്ങനെ വരയ്ക്കുന്നു, എന്തെഴുതുന്നു, ഇൻ എനി പാരലോഗ്രാം ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ എന്ന് എഴുതി വെക്കുന്നു. ഓക്കെ, ആദ്യം ഇത് എഴുതുന്നതിന് കുഴപ്പമില്ല. ഇൻ എനി പാരലോഗ്രാം ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ എന്ന് എഴുതി വെക്കാം, ബോക്സിലാക്കി വെക്കുക. എന്നിട്ട് ഇങ്ങനെ ഫിഗർ വരയ്ക്കുക. എന്നിട്ട് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഫിഗർ നിന്ന് എഴുതാം, AB ഈസ് ഈക്വൽ ടു CD ആൻഡ് AD ഈസ് ഈക്വൽ ടു BC എന്ന് എഴുതി വെക്കുക. ഓക്കെ, അതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യം. ഇനി എങ്ങനെയാണ് ഇത് ഈക്വൽ ആവുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കാം, ഇതൊരു പാരലോഗ്രാമാണ്. പാരലോഗ്രാം ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും. അതാണ് പാരലോഗ്രാമിൻ്റെ ഡെഫിനിഷനിൽ ഒന്ന്. പല ഡെഫിനിഷൻസ് ഉണ്ട്. അതിലൊരു ഡെഫിനിഷൻ പറയുന്നത്, ഇഫ് ബോത്ത് പെയർസ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ എ ക്വാഡ്രിലാറ്ററൽ ഈസ് സെറ്റ് ടു ബി പാരലലോഗ്രാം. ഓക്കെ, രണ്ട് പെയർസ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സും പാരലൽ ആണെങ്കിൽ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്ന പേരാണെന്ത്, പാരലോഗ്രാം. അപ്പോൾ ആ ഒരു ഡെഫിനിഷൻ വെച്ചുകൊണ്ട് നമുക്കെന്ത് പറയാം, AB ആൻഡ് CD ആർ പാരലൽ. ഓക്കെ, പാരലലാണെന്ന് പറയാം. അതേപോലെ ADയും BCയും പാരലലാണെന്ന് പറയാം. ഓക്കെ, ഇനി ഇത് രണ്ടും പാരലലാണെങ്കിൽ, ഇത് രണ്ടും പാരലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിരുന്നു, ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. അതായത് Z ആകൃതിയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് ആംഗിൾസ്. ഓക്കെ, ദീസ് ടു ആർ ഈക്വൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബിക്കോസ് ദീസ് ടു സൈഡ്സ് ആർ പാരലൽ. ഓക്കെ, അപ്പോൾ ഈക്വൽ ആണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇതിനെ X എന്ന് വിളിക്കുകയാണെങ്കിൽ ഇത് എന്ത് തന്നെയാണ്, X തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെഷർ. ഓക്കെ, 30 ഡിഗ്രി 40 ഡിഗ്രി എന്നൊക്കെ പറയുന്നതിന് പകരം നമ്മൾ ഒരു ലെറ്റർ ഉപയോഗിച്ചിരിക്കുന്നു എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെഷർ X ഡിഗ്രി, ഇതിൻ്റെ മെഷർ X ഡിഗ്രി. ഇനി അതേപോലെ തന്നെ ദീസ് ടു സൈഡ്സ് ആർ പാരലൽ. ഓക്കെ, ഈ രണ്ട് സൈഡ്സും പാരലലാണ്. പാരലലാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ നോക്കുക, ഇതൊരു Z പോലെയാണ്. ഓക്കെ, സോ ദർ ആർ ടു ആംഗിൾസ്. ഒരു ആംഗിൾ ഇതാണ്, ഒരു ആംഗിൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ആംഗിളാണ്. ഓക്കെ, ഈ ആംഗിളാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. നമുക്ക് ഇതിനെ Y എന്ന് വിളിക്കാം, ഇതിനെ Y എന്ന് വിളിക്കാം. അതായത് ഇതിൻ്റെ മെഷർ Y എന്നർത്ഥം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ് 50 ഡിഗ്രി 60 ഡിഗ്രി എന്നൊക്കെ പറയുന്നതിന് പകരം എന്ത് പറയുന്നു, Y ഡിഗ്രി എന്നെടുക്കുന്നു. ഓക്കെ, ആയിരിക്കും. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. ഇനി നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഈ രണ്ട് ട്രയാങ്കിൾ, ഈ ട്രയാങ്കിൾ ഡയഗണൽ കോമൺ സൈഡായിട്ട് വരുന്ന ട്രയാങ്കിൾ, ഒന്ന് ACB എന്ന ട്രയാങ്കിളും
പിന്നെ ACD എന്ന ട്രയാങ്കിൾ. ഈ രണ്ട് ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യാം. ഈ രണ്ട് ട്രയാങ്കിളിലെ പ്രത്യേകത എന്താണ്? AC ഈസ് എ കോമൺ സൈഡ്. ഓക്കെ, സോ AC ഓഫ് ദിസ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു AC ഓഫ് ദിസ് ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളിൽ ഓരോ സൈഡ്സ് എന്തായി? ഈക്വലായി. ഇനി ആ സൈഡിൻ്റെ രണ്ട് എൻഡിലുള്ള ആംഗിൾസ് നോക്കുക. ഈ സൈഡിൻ്റെ ഇപ്പോൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ AC ഈസ് ദ സൈഡ്. അതിൻ്റെ രണ്ട് എൻഡിലുള്ള ആംഗിൾസിൻ്റെ മെഷർ ഏതൊക്കെയാണ്? ഒന്ന് Y ആണ്, ഒന്ന് X ആണ്. ഓക്കെ, ഇനി ഈ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്താൽ അതിൻ്റെ ഒരു സൈഡാണ് ഇത് AC. ആ ACൻ്റെ രണ്ട് എൻഡ്സിലുമുള്ള ആംഗിൾസാണ് ഇതൊക്കെ Xഉം Yയും. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും പ്രത്യേകത എന്താ? രണ്ട് ട്രയാങ്കിളിനും ഓരോ സൈഡ്സ് ഈക്വലാണ്. ഓക്കെ, ആ സൈഡിൻ്റെ രണ്ട് എൻഡിലുള്ള ആംഗിൾസ് Xഉം Y ആണ് എന്ന് പറഞ്ഞാൽ ആ ആംഗിൾസും ഈക്വലാണ്. ദർഫോർ വി ക്യാൻ സേ ദാറ്റ് ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ ADC ബോത്ത് ആർ ഈക്വൽ ട്രയാങ്കിൾസ്. ഓക്കെ, രണ്ടും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പറയാം. ഓക്കെ, ഈക്വൽ ട്രയാങ്കിൾസ് ആകുമ്പോഴുള്ള പ്രത്യേകത എന്താ? ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ ഈ ട്രയാങ്കിളിലുള്ള Y എന്ന ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാണ്? AB ആണ്. ഓക്കെ, ഈ ട്രയാങ്കിളിലെ Y എന്ന ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാണ്? DC ആണ്. അപ്പോൾ ABയും DCയും ഈക്വലാണ്. ഓക്കെ, AB ഈക്വൽ ടു CD അല്ലെങ്കിൽ DC എന്ന് നമുക്ക് പറയാം. അതേപോലെ തന്നെ നോക്കാം, ഈ ട്രയാങ്കിളിലെ X ഡിഗ്രി ആംഗിളിന് നേരെ ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാണ്? AD ആണ്. അതേപോലെ ഈ ട്രയാങ്കിളിലുള്ള X ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാണ്? BC ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് AD ആൻഡ് BC ആർ ഈക്വൽ സൈഡ്സ്. ഓക്കെ, ഇത് രണ്ടും ഈക്വൽ സൈഡ്സ് ആണെന്ന് പറയാം. അപ്പോൾ ഈ പാരലോഗ്രാമിൽ നമുക്ക് നേരത്തെ അറിയാവുന്നതനുസരിച്ച് AB ആൻഡ് CD ആർ പാരലൽ എന്ന് മാത്രമാണ്. ഓക്കെ, ലൈക്ക് ദാറ്റ് AD ആൻഡ് BC ആർ പാരലൽ, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ എന്ന് മാത്രമേ നമുക്ക് അറിയുള്ളൂ. പക്ഷേ ഇപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ഓൾസോ. ഓക്കെ, ഈക്വൽ ഓൾസോ, പാരലൽ മാത്രമല്ല ഈക്വലും കൂടിയാണെന്ന് മനസ്സിലായി. സോ AB is equal to CD and AD is equal to BC. That is in any parallelogram. Okay, in any parallelogram. Any parallelogram നമ്മൾ പറയാൻ കാരണം എന്താ? ഇവിടെ ജസ്റ്റ് ഒരു പാരലോഗ്രാം എടുത്തിട്ട് അതിൻ്റെ മെഷറൊന്നും തന്നിട്ടൊന്നുമില്ല. സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ് യു ക്യാൻ ഡ്രോ എനി പാരലോഗ്രാം. ഓക്കെ, വെദർ a particular measures are taken or not, it should be a parallelogram. That is the only condition. Okay, if it is parallelogram, in any parallelogram opposite sides are ഈക്വൽ. ഏതൊരു പാരലോഗ്രാമിലും എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലാണ്. അതാണ് നമ്മളിപ്പം പഠിച്ചിരിക്കുന്ന പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ ഈ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും എക്സാമിനേഷന് ചോദിക്കാനുള്ള സാധ്യതയൊന്നുമില്ല. ബട്ട് യു ഹാവ് ടു സ്റ്റഡി ദിസ് പ്രോപ്പർട്ടി ദാറ്റ്സ് ഇൻ എനി പാരലോഗ്രാം ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. അതെങ്ങനെയാണ് ഈക്വലായി മാറുന്നത്, എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് വൺ. രണ്ടാമത്തെ കാര്യമുണ്ട്, അത് രണ്ടായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഒന്നെന്താണ് നോക്കുക? ഇൻ എനി പാരലോഗ്രാം ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ ഡയഗണൽസ് ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് ബോത്ത്. ഓക്കെ, ഏതൊരു പാരലോഗ്രാമിലും ഡയഗണൽസിൻ്റെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് മിഡ് പോയിൻ്റ് ഓഫ് ബോത്ത്. മിഡ് പോയിൻ്റ് ഓഫ് ബോത്ത് മീൻസ് മിഡ് പോയിൻ്റ് ഓഫ് ബോത്ത് ദ ഡയഗണൽസ്. ഓക്കെ, രണ്ട് ഡയഗണൽസ് ഇൻ്റർസെക്റ്റ് ചെയ്തിട്ട് ഉണ്ടാവുന്ന ഒരു പോയിൻ്റ് ഉണ്ടാവും. ആ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ആ രണ്ട് ഡയഗണൽസിൻ്റെയും മിഡ് പോയിൻ്റ് ആയിരിക്കും എന്തിൽ? പാരലോഗ്രാമിൽ. അതൊരു പ്രത്യേകതയാണ്. അതിനെ തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാവുന്നതാണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻ എനി പാരലോഗ്രാം ദ ഡയഗണൽസ് ബൈസെക്റ്റ് ഈച്ച് അതർ. ഓക്കെ, ബൈസെക്റ്റ് ഈച്ച് അതർ. വാട്ട് ഈസ് മെൻ ബൈ ബൈസെക്റ്റ് ഈച്ച് അതർ? ഇപ്പോൾ ഡിവൈഡ് ഇൻറ്റു 2 എന്ന് പറയുന്നതും ബൈസെക്റ്റ് എന്ന് പറയുന്നതും ഇത് രണ്ടും ഒരു കാര്യത്തിലുമാണ്. അതായത് ഡിവൈഡ് ഇൻറ്റു 2 എന്ന് പറഞ്ഞാലും ബൈസെക്റ്റ് എന്ന് പറഞ്ഞാലും രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, രണ്ടായി ഡിവൈഡ് ചെയ്യപ്പെടുന്നുണ്ട് രണ്ട് സിറ്റുവേഷനിലും. പക്ഷേ ബൈസെക്റ്റ് എന്ന് പറഞ്ഞാൽ ആ രണ്ട് ഡിവിഷൻസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഒരു ലെങ്ത്തിനെ നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു. രണ്ടായി ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞാൽ വി ക്യാൻ ഡിവൈഡ് ഇൻ എനി വേ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു ലൈൻ വരച്ചു. ഇപ്പോൾ 4 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ളൊരു ലൈനാണ് വിചാരിക്കുക. ഡിവൈഡ് ഇറ്റ് ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ യു ക്യാൻ ഡിവൈഡ് എനിവർ. ഓക്കെ, ഇവിടെ കട്ട് ചെയ്യാം. അപ്പോൾ യു വിൽ ഗെറ്റ് സംടൈംസ് യു വിൽ ഗെറ്റ് ദിസ് ഈസ് 1 സെൻറ്റിമീറ്റർ ആൻഡ് ദിസ് ഈസ് 3 സെൻറ്റിമീറ്റർ. Okay, now it is divided into 2. Or you can divide in another way. You can divide at the midpoint. Now also it is divided into 2. Okay, but the difference is what? Here
it is 2, it is 2. That if it is 4 centimeter, you get 2 centimeter and 2 centimeter. Both pieces are equal. Okay, both divisions are equal. Okay, in such case we can say that what this line segment is now bisected. Okay, ഈ line segment നെ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു, bisect ചെയ്തിരിക്കുന്നു എന്ന് പറയാം. That means it is divided into two equal parts, but here it is divided but not into two equal parts. That is the difference. Okay, here it is bisected. Okay, bisected. So bisect എന്ന് പറയും. അപ്പോൾ ഇവിടെ പാരലോഗ്രാമിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടി ആയിട്ട് പറയുന്ന കാര്യം എന്താണ്, ഏതൊരു പാരലോഗ്രാമിലും രണ്ട് ഡയഗണൽസ് വരയ്ക്കാൻ പറ്റും. അങ്ങനെ രണ്ട് ഡയഗണൽസ് വരയ്ക്കുമ്പോൾ ഡയഗണൽസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണെന്ത്, പി. ഈ പി എന്ന് പറയുന്ന പോയിൻ്റ് രണ്ട് ഡയഗണൽസിനെയും ബൈസെക്റ്റ് ചെയ്യുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ രണ്ട് ഡയഗണൽസിൻ്റെയും മിഡ് പോയിൻ്റ് ആണ് എന്നാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്തും ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് പി സി ഈക്വൽ ടു പി എ ആയിരിക്കും. ഇൻ ദ സെയിം വേ പി ഡി ഈസ് ഈക്വൽ ടു പി ബി ആയിരിക്കും. ഓക്കെ, ബട്ട് ദീസ് 4 divisions 4 lengths are not equal. ഓക്കെ, ഈ 4 നീളങ്ങളും എന്തായിരിക്കില്ല, തുല്യമായിരിക്കില്ല. But one diagonal is divided into two equal parts. If it is 5 centimeter, this will be 5 centimeter. Okay, and this diagonal is divided into two equal parts. So suppose it is 6 centimeter, then this will be 6 centimeter. Okay, 6 plus 6 12. Okay, 5 plus 5 10. Like that it will come. Okay, അപ്പോൾ this point P bisects what, ഡി ബി എന്ന ഡയഗണലിനെ പി ബൈസെക്റ്റ് ചെയ്യുന്നു, രണ്ട് ഈക്വൽ പാർട്സ് ആക്കുന്നു. ഇൻ ദ സെയിം വേ പി ബൈസെക്ട്സ് എ സി, അങ്ങനെ പറയാം. ഓക്കെ, അപ്പോൾ ഈ പോയിൻ്റ് ബൈസെക്റ്റ് ചെയ്യുന്നു മാത്രമല്ല, നമുക്ക് ഡയഗണൽ ബൈസെക്റ്റ് ചെയ്യുന്നു പറയാം. എങ്ങനെ, ഈ ഡയഗണൽ എ സി എന്ന ഡയഗണൽ ബൈസെക്ട്സ് വാട്ട്, ബി ഡി. ഓക്കെ, ബി ഡിനെ രണ്ട് തുല്യ ഭാഗങ്ങളാക്കി മാറ്റുന്നു. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇതിലൂടെ പാസ് ചെയ്യുന്നു, പാസിങ് ത്രൂ ദ മിഡ് പോയിൻ്റ് ഓഫ് ബി ഡി എന്നർത്ഥം. ഓക്കെ, ഇൻ ദ സെയിം വേ ബി ഡി ബൈസെക്ട്സ് എ സി. എ സിയെ ഏത് ബൈസെക്റ്റ് ചെയ്യുന്നു, ബി ഡി ബൈസെക്റ്റ് ചെയ്യുന്നു. ഇറ്റ്സ് മീനിങ് ഇസ് ദാറ്റ് ദിസ് ബി ഡി ഈസ് പാസിങ് ത്രൂ പി. പി ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് വാട്ട്, എ സി. എ സിൻ്റെ മിഡ് പോയിൻ്റായ പിയിലൂടെയാണ് ഏത് പാസ് ചെയ്യുന്നത്, ബി ഡി പാസ് ചെയ്യുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഇഫ് in any parallelogram the point of intersection of the two diagonals is the midpoint of both diagonals. Okay, midpoint of both diagonals. This same thing we can state in another way, that in any parallelogram diagonals bisect each other. ഒന്ന് മറ്റതിനെ ബൈസെക്റ്റ് ചെയ്യുന്ന അർത്ഥം. അതേപോലെ തന്നെ രണ്ടാമത്തത് ആദ്യത്തതിനെയും ബൈസെക്റ്റ് ചെയ്യുന്നു. അതാണ് ബൈസെക്റ്റ് ഈച്ച് അതർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ പ്രൂഫും കൂടെ പറയാം. അപ്പോൾ ആ പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ബട്ട് യു ഡോണ്ട് ഹാവ് ടു സ്റ്റഡി ദാറ്റ്. എക്സാമിനേഷനൊന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. ബട്ട് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് യു മസ്റ്റ് ബൈ ഹാർട്ട് ആൻഡ് ദാറ്റ് ഐഡിയ മസ്റ്റ് ബി കെപ്റ്റ് ഇൻ യുവർ മൈൻഡ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തതായിട്ട് ഈ ബോക്സിൽ ഇത് എഴുതി വെക്കുക, ഇതും എഴുതി വെക്കുക, രണ്ടും അടുപ്പിച്ച് എഴുതി വെക്കുക. ദെൻ ആഫ്റ്റർ ദാറ്റ് these two are very important points as far as parallelogram is concerned. Okay, then ഈ ഫിഗർ വരയ്ക്കുക. ഓക്കെ, ഫിഗർ വരച്ചിട്ട് എന്ത് എഴുതി വെക്കുക, ദാറ്റ് ഈസ് എന്താണ് എഴുതി വെക്കേണ്ടത്, എ പി ഇസ് ഈക്വൽ ടു പി സി ആൻഡ് പി ഡി ഈസ് ഈക്വൽ ടു പി ബി. അങ്ങനെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഈ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടും എഴുതുന്നു, ഈ ഫിഗർ വരയ്ക്കുന്നു. ഇത് ഫിഗറിൻ്റെ ചോട്ടിൽ എന്ത് ചെയ്യുക, ചുവടെ എന്ത് എഴുതി വെക്കുക, പി എ ഇസ് ഈക്വൽ ടു പി സി ആൻഡ് പി ഡി ഇസ് ഈക്വൽ ടു പി ബി എന്ന് എഴുതി വെക്കുക. ആ ഒരു കാര്യമാണ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. ദെൻ ഹൗ ഇറ്റ് ഹാപ്പൻസ്, ഓക്കെ, ഹൗ ഇറ്റ് കംസ്, അതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണത് വരുന്നത്, എങ്ങനെയാണത് സംഭവിക്കുന്നത് എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കാം. ഇപ്പോൾ നമ്മൾ പഠിച്ചു, എന്ത് പഠിച്ചു, ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എനി പാരലോഗ്രാം ആർ ഈക്വൽ. ഓക്കെ, ഏതൊരു പാരലോഗ്രാമിൻ്റെയും ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് പഠിച്ചു. നേരത്തെ നമുക്കറിയാവുന്നത് പാരലലാണെന്ന് മാത്രമാണ്. ഇന്ന് നമ്മൾ പഠിച്ചു ഈക്വലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ദീസ് ടു സൈഡ്സ് ആർ ഈക്വൽ. വിച്ച് സൈഡ്സ്, എ ബി ഈസ് ഈക്വൽ ടു സി ഡി. അപ്പോൾ ഇത് രണ്ടും എന്താണ്, ദിസ് സൈഡ് ആർ ഈക്വൽ. ഓക്കെ, പിന്നെ ഇത് രണ്ടും പാരലലാണെന്നുള്ളത് നേരത്തെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ബിക്കോസ് ഇറ്റ് ഈസ് പാരലോഗ്രാം. ഓക്കെ, അപ്പോൾ this is like Z. Okay, so here is one angle and here is another angle and these two angles are equal. We can call them by X. Okay, name
as x. So here it is x, this is x, or the measure of this angle is x degree, this is x degree. Okay, in the same way here you can see as z. So this angle and this angle will have a same measure. Okay, both will have same measure, and this can be denoted by y and this can be denoted by y. Its measure is y, its measure is y, its measure is x, its measure is x, and we have one side here AB, and that is equal to the side DC. Okay, അപ്പോൾ ഈ ഫിഗറിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്, one side is equal to one side, and angles on both ends of this side are x and y, and angles on both ends of this side are x and y. Now we can come to the conclusion that one side and two angles on both ends of the triangle APB are equal to one side and two angles on both ends of the triangle DPC. Okay, triangle. Therefore these two triangles are equal triangles. അപ്പോൾ രണ്ട് ട്രയാങ്കിൾസ് എന്താണ്, ഈക്വൽ ട്രയാങ്കിൾസ്. അങ്ങനെ ഈക്വൽ ട്രയാങ്കിൾസ് ആണെങ്കിൽ the sides opposite to equal angles are equal. ഓക്കെ, ഒരേ മെഷറുള്ള ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ്സ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിതിനെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് വെരി ക്ലിയർലി വി ക്യാൻ ഡു അനദർ വേ. ഇങ്ങനെ പാരലോഗ്രാം കേട്ടോ, ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് പാരലോഗ്രാം. ആ പാരലോഗ്രാമിൽ രണ്ട് സൈഡ്സ് ഞാൻ വരയ്ക്കുന്നില്ല. ഓക്കെ, ഇത് രണ്ട് സൈഡ്സ് സി ദീസ് ടു സൈഡ്സ് വരയ്ക്കുന്നില്ല. നിങ്ങൾക്ക് ഏതൊക്കെ ട്രയാങ്കിൾസാണ് ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ദീസ് ടു സൈഡ്സ് ഐ ഡോണ്ട് ഡ്രോ. അങ്ങനെ വരയ്ക്കാതിരിക്കുമ്പോൾ ഇങ്ങനെയാണ് എ ബി സി ഡി ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇവിടെ ഈ സൈഡ് ഞാൻ തൽക്കാലം ഒഴിവാക്കി. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രയാങ്കിൾ. ഈ രണ്ട് ആംഗിൾസ് ഈക്വലാണ്. ഓക്കെ, ആൻഡ് ഈ സൈഡും ഈക്വലാണ്. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇത് എക്സ് ആണ്, ഇത് എക്സ് ആണ്, ദിസ് ഈസ് വൈ ആൻഡ് ദിസ് ഈസ് വൈ, ആൻഡ് ദിസ് പോയിൻ്റ് ഈസ് പി. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളിലും ഈക്വൽ ട്രയാങ്കിൾസായി മാറിയത് കൊണ്ട് ഈ എക്സ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് അതാണ് പി ഡി ആണ്. സോ പി ഡി ഈസ് ഈക്വൽ ടു ഈസ് ഈക്വൽ ടു, ഇവിടെ എക്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഏതാണ്, പി ബി ആണ്. സോ പി ബി. ഓക്കെ, പി ഡി ഈസ് ഈക്വൽ ടു പി ബി. പി ഡി ഈസ് ഈക്വൽ ടു പി ബി. ദാറ്റ് മീൻസ് പി ഈസ് ദ മിഡ് പോയിൻറ്റ്. പി ഈസ് മിഡ് പോയിൻറ്റ്. ഓക്കെ, അതേപോലെ ഇതിലെ വൈക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഇതാ പി സി. സോ പി സി ഈസ് ഈക്വൽ ടു, ഇതിലെ വൈക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഏതാണ്, പി എ ആണ്, പി എ. സോ വി ഗോട്ട് വാട്ട്, പി സി ഈസ് ഈക്വൽ ടു പി എ. ദാറ്റ് മീൻസ് പി ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് എ സി. ഓക്കെ, അപ്പോൾ എ സി എന്താണെന്ന് ഡയഗണലായിരുന്നു. നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, കംപ്ലീറ്റ് ചെയ്താൽ ഇറ്റ് വിൽ ബി എ പാരലോഗ്രാം ആൻഡ് ദിസ് വിൽ ബി ഡയഗണൽ. സോ പി ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് ദ ഡയഗണൽ എ സി, ആൻഡ് ദിസ് ഈസ് അനദർ ഡയഗണൽ ആൻഡ് പി ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് ഡയഗണൽ ബി ഡി. Okay, so we can say that the point of intersection P is the midpoint of both the diagonals, or if we join this one we can say what, this BD bisects the diagonal AC and AC bisects the diagonal BD. That means both diagonals bisect each other. രണ്ട് ഡയഗണൽസും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എക്സസൈസിലേക്ക് പോവുകയാണ്. ആ എക്സസൈസിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മാത്രം ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഈച്ച് പെയർ ഓഫ് ട്രയാങ്കിൾസ് ബിലോ ഫൈൻഡ് മാച്ചിങ് പെയർസ് ഓഫ് സൈഡ്സ് ആൻഡ് റൈറ്റ് ദെയർ നെയിംസ്. ഇതിലൊക്കെ എന്ത് ചെയ്യാം, മാച്ചിങ് പെയർസ് ഓഫ് സൈഡ്സ്, ഒരേ പോലെ അളവുള്ള സൈഡ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടെത്തുക, എന്നിട്ട് അതിൻ്റെ നെയിമും എഴുതി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഹിയർ യു ക്യാൻ സീ ദാറ്റ് എ ബി ഈസ് 6 cm, ഹിയർ ആർ ക്യു ഈസ് 6 cm. സോ both have one side each equal. Okay, then two angles on both ends of 6 cm long line segment is, or side is 50 degree and 70 degree. Okay, here also
on both ends of this line segment or this side we can see angles 50 degree and 70 degree. Here also 50 degree and 70 degree. So these two triangles are now equal triangles. Okay, equal triangles ആണ്. അപ്പോൾ എന്താണ് മാച്ചിങ് പെയർസ് ഓഫ് സൈഡ്സ് എന്ന് പറയുക. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ ഇവിടെ പി ആണ്, ഇവിടെ സി ആണ്. ഈ തേർഡ് ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് മാച്ചിങ് സൈഡ്സ് എന്ന് വെച്ചാൽ ഒന്ന് എ ബി ഈസ് ഈക്വൽ ടു ആർ ക്യൂ ബിക്കോസ് ബോത്ത് ഹാവ് സെയിം ലെങ്ത് 6 സെൻറ്റിമീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എഴുതി ഈ ഫിഗറൊക്കെ റഫായിട്ട് വരച്ചിട്ട് യു വാണ്ട് ടു റൈറ്റ് വാട്ട് എ ബി ഈസ് ഈക്വൽ ടു ആർ ക്യൂ. പിന്നെ എന്താ ചെയ്യുക, ഈ 50ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് നോക്കുക. ഇവിടെയും 50ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് നോക്കുക. ദാറ്റ് ഈസ് ഹൗ വി ഡിസൈഡ് വിച്ച് സൈഡ്സ് ആർ matching sides. Okay, opposite to 50 is which side? BC, and opposite to 50 is which side? PQ. So you want to write what? BC is equal to PQ. BC is equal to PQ. Second one, first we have written what? AB is equal to RQ. Now we have written that BC is equal to PQ. പിന്നെ മൂന്നാമത്തെ സൈഡ് ബാക്കിയുണ്ട് അല്ലേ, അതാണ് SCയും PR. So we can write AC is equal to PR. They are the matching sides. അപ്പോൾ മാച്ചിങ് സൈഡ്സ് എഴുതുന്നതിന് മുമ്പ് we have to decide whether the two triangles are equal triangles or not. Equal triangles ആണോ അല്ലേന്ന് നോക്കണം. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് മനസ്സിലായി. അങ്ങനെ മനസ്സിലായതിന് ശേഷമാണ് we write what? The matching pairs. ഇനി സെക്കൻഡ് പെയർ നോക്കുക. സെക്കൻഡ് പെയർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ you can see what? One side is 8 centimeter here, here also one side is 8 centimeter. Okay, here angles on both ends are 30 degree and 70 degree. 30 degree and 70 degree. Here angle on both ends are these two. Okay, but one measure is given 30 degree, the other is not given. Instead of giving the other, we have given the third. We have been given what? The third angle. Okay, third angle ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ തേർഡ് ആംഗിൾ വെച്ചുകൊണ്ട് നമ്മൾ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ രണ്ട് എൻഡിലും വന്നിരിക്കുന്നത് 30യും 70യുമാണ്. ഇതിൻ്റെ ഒരു എൻഡിൽ വന്നിരിക്കുന്നത് 30ആണ്. ഈ എൻഡിൽ 70 വന്നു കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ദീസ് ടു ട്രയാങ്കിൾസ് ആർ ഈക്വൽ. അപ്പോൾ ഈ തന്നിരിക്കുന്ന മെഷർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ വി സി വെദർ ദിസ് ഈസ് 70 ഓർ നോട്ട്. ഓക്കെ, അപ്പോൾ 30 + 80 ഈസ് ഈക്വൽ ടു 110. ഓക്കെ, 110. So 180 minus 110 is angle N. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആംഗിൾ N കണ്ടുപിടിച്ച് ഇവിടെ എഴുതിയാൽ മതി കേട്ടോ. ഞാൻ എവിടെ എഴുതുന്നു? ഈ ടെക്സ്റ്റ് ബുക്കിൽ എഴുതാം. നിങ്ങൾ നോട്ട്ബുക്കിൽ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ഇങ്ങനെ ഫിഗർ വരച്ചിട്ട് ഇതൊക്കെ പേനോണ്ട് എഴുതി വെക്കുക. ഇതെല്ലാം പേനോണ്ട് എഴുതി വെക്കുക. ഇതും പേനോണ്ട് എഴുതി വെക്കുക, ഈ മെഷേഴ്സൊക്കെ. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്ന മെഷർ യു റൈറ്റ് വിത്ത് പെൻസിൽ. അപ്പോൾ 30 + 80 is 110, so this will be 70. അപ്പോൾ 180. 70 + 30 is 100, therefore this will be 80. ഇങ്ങനെ എഴുതി വെക്കാം. all these measures with pen and these two with pencil. അതിന് ശേഷം നമ്മൾ നോക്കിയാൽ the given side is this one and here it is this one, and both ends are two angles with measures 30 degree and 70 degree. Here also on both ends the angles are 30 degree and 70 degree. Therefore these two triangles will become equal triangles. അപ്പോൾ രണ്ട് ട്രയാങ്കിൾസും ഈക്വലായി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ആംഗിൾ നോക്കിയിട്ട് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് നോക്കിയാൽ മതി. ഓക്കെ, ആൻഡ് LN ഈസ് ഈക്വൽ ടു വാട്ട്? XY. ദാറ്റ് വി ക്യാൻ ഫസ്റ്റ്ലി റൈറ്റ്, നോ ഡൗട്ട് അറ്റ് ഓൾ. ഓക്കെ, അതിന് ശേഷം രണ്ട് സൈഡ്സ് ഉണ്ട്. ഒന്ന് ഇത് രണ്ടും അല്ലേ, അതുപോലെ തന്നെ ഇവിടെ. ഈ സൈഡ് ഏതിന് ഓപ്പോസിറ്റാണ്? 30ക്ക് ഓപ്പോസിറ്റാണ്. അപ്പോൾ 30ക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് MN ഈസ് ഈക്വൽ ടു എന്നത്. MN ഈസ് ഈക്വൽ ടു, എന്നിട്ട് ഇവിടെ 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാണ്? XZ ആണ്, അല്ലെ ZX എന്ന് പറയാം. ഓക്കെ, സോ MN ഈസ് ഈക്വൽ ടു XZ അല്ലെങ്കിൽ MN ഈസ് ഈക്വൽ ടു ZX എന്നാണോ അങ്ങനെ എഴുതി വെക്കുക. ബട്ട് മസ്റ്റ് ബി ദിസ് ടു. ഓക്കെ, അപ്പോൾ ഏതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള നമ്മൾ എഴുതിയത്? 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്. ഇവിടെയും 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി ഏതാണ് ആംഗിൾ ബാക്കിയുള്ളത്? 8 നമ്മൾ ആദ്യം എഴുതി. 8 ഏതിന് ഓപ്പോസിറ്റ് ആയിരുന്നു? 80ക്ക് ഓപ്പോസിറ്റാണ്. ഇവിടെ 80ക്ക് ഓപ്പോസിറ്റാണ്. 30ക്ക് ഓപ്പോസിറ്റും 80ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്. ഇനി 70ക്ക് ഓപ്പോസിറ്റ്. 70ക്ക് ഓപ്പോസിറ്റ് ഏതാണ്? LM. ഇവിടെ 70ക്ക് ഓപ്പോസിറ്റ് ഏതാണ്? YZ അല്ലെങ്കിൽ ZY. സോ യു ക്യാൻ റൈറ്റ് LM ഈസ് ഈക്വൽ ടു ZY. LM ഈസ് ഈക്വൽ ടു ZY. ദാറ്റ് ഓൾസോ യു വാണ്ട് ടു റൈറ്റ് ഇൻ ദ നോട്ട് ബുക്ക്. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ വരയ്ക്കുക, എന്നിട്ട്
മാച്ചിങ് പെയേഴ്സ് അതിൻ്റെ അടുത്ത് എഴുതി വെക്കുക. ഓക്കെ, ഈ ഫിഗർ വരയ്ക്കുക, ഈ ആംഗിൾ നിങ്ങൾ പെൻസിൽ കൊണ്ട് എഴുതുക. എന്നിട്ട് നോക്കുമ്പോൾ യു ക്യാൻ സീ ദാറ്റ് 2 ട്രയാങ്കിൾസ് ആർ ഈക്വൽ. ദെൻ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ് ഏതാണെന്ന് നോക്കിയിട്ട് ആ സൈഡ്സ് പെയറാക്കി എഴുതിയാൽ ഈക്വൽ ടു എന്നുള്ള രീതിയിൽ എഴുതി കഴിഞ്ഞാൽ you got what the answer for this question also. ഓക്കെ, ഇനി അതിന് ശേഷം വരുന്ന ക്വസ്റ്റ്യൻസ് വി ക്യാൻ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.